ശബരിമല വിഷയം വന്നപ്പോൾ തെറ്റിയത്. അത് NSS മാത്രമേ അന്ന് നിലപാടെടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഒരു നിലപാട്, RSSനാണെങ്കിലും CPM-നാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും ശബരിമല വിഷയത്തിൽ ഒരേ നിലപാടേ ഉള്ളൂ. ഇവിടെ ആപ്പാടെ കൺഫ്യൂസ് അടിച്ച വെള്ളാപ്പള്ളിയാണ്. കാരണം മൂപ്പര് നല്ല ഭക്തനും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അന്ന് മൂപ്പര് ഇടതുപക്ഷത്തിൻ്റെ കൂടെ ആയിരുന്നു. മൂപ്പര് ആപ്പാടെ കൺഫ്യൂസ്ഡ് ആയിപ്പോയിട്ടുണ്ട്. വേറെ മൂപ്പർക്ക് അന്നുള്ള സഖ്യകക്ഷി BJP ആയിരുന്നു. ഇതെല്ലാം ശബരിമല എല്ലാം കോടതി നിലപാട് അനുകൂലിച്ചാണ്. NSS മാത്രമാണ് എതിരായിട്ട് നിന്നത്. അന്നും ഇന്നും NSSൻ്റെ നിലപാട് അതാണ് ഇതിൻ്റെ ഒരു കോമൺ ഫാക്ടർ, രണ്ടാമത്തെ കോമൺ ഫാക്ടർ. അപ്പം അന്ന് ഈ ശബരിമല പ്രശ്നം ഇത്രയും വലിയ വിഷയമായിരുന്നു. എങ്ങനെയാണ് RSS BJP ഇപ്പോഴും ഒഫീഷ്യലായിട്ട് നിലപാട് മാറ്റിയിട്ടില്ല. ആ നിലപാട് പഴയ നിലപാട് തന്നെ. കോൺഗ്രസ് നിലപാട് ഒഫീഷ്യലായിട്ട് മാറിയിട്ടൊന്നുമില്ല, പഴയ നിലപാട് തന്നെയാണ്. പക്ഷേ അന്ന് NSS 12 തടയുക നടത്തിയ നാമജപ ഘോഷയാത്ര ഉണ്ടായിരുന്നു. അത് കണ്ടപ്പം പേടിച്ചു പോയി. അങ്ങനെയാണ് ഇവരൊക്കെ ഒറ്റ രാത്രി കൊണ്ട് യൂട്ടേൺ എടുത്തത്. CPM അന്ന് അവരുടെ നിലപാട് തന്നെ ഉണ്ടോ? എനിക്കൊന്ന് പിണറായി പൊതുവെ അങ്ങനെ നിലപാടെടുക്കാത്ത ആളാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വിശ്വസിക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ പറ്റിക്കാൻ പറ്റും. അദ്ദേഹം അങ്ങനെ അധികം ആളുകളെ വിശ്വസിക്കില്ല കേട്ടോ, പക്ഷേ ചില ആളുകൾ വിശ്വസിക്കും. അങ്ങനെയുള്ള ആരോ കൊടുത്ത ബുദ്ധിജീവികൾ കൊടുത്ത തെറ്റായ ഉപദേശമാണ്. ഇപ്പം നാരായണ ഗുരു വരെ എന്താ ചെയ്തത്? ഗുരുദേവന് വേണമെങ്കിൽ ഈ പറയുന്ന മാടനെ മകതനെയൊക്കെ ഓടിച്ച് അവിടെ വേണമെങ്കിൽ ഒന്നെങ്കിൽ ഇസ്ലാമിൻ്റെ ദൈവങ്ങളെയോ അല്ലെങ്കിൽ ജീസസിനെ വെച്ചുകൂടായിരുന്നു. എന്തുകൊണ്ടാണ് ഗുരുദേവൻ ചെയ്യാതിരുന്നത്? എന്താ അംബേദ്കറിന് വേണമെങ്കിൽ ക്രിസ്തുമതത്തിലേക്ക് ഇസ്ലാമിലേക്ക് മാറിക്കൂടായിരുന്നു ഹിന്ദുക്കളോട് പ്രതികാരം ചെയ്യാൻ? അങ്ങനെ ബുദ്ധമതം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റിലിജനിലേക്കല്ല മാറിയത്. ആ ഹിന്ദുമതത്തിന് മറ്റൊരു വകഭേദമാണ്, നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതെന്തുകൊണ്ടാണ്? ആ ട്രഡീഷൻ കൊടുക്കുന്നൊരു ഇമ്പോർട്ടൻസ് ആണ്. ഈ ഒരു കൺഫ്യൂഷൻ വെള്ളാപ്പള്ളിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ മൂപ്പർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി വന്നപ്പോൾ. അപ്പം ഈ വിഷയത്തിൽ NSS ആണ് ആദ്യാവസാനം നിലപാടെടുത്തിട്ടുള്ള ഒരു പാർട്ടി, ഒരു വിഭാഗം.